ആമ്പൽ ഫിലിംസിൻ്റെ കഥാപാത്രങ്ങൾ, അതായത് നമ്മുടെ അഭിനയിക്കുന്നവർ, അതിനകത്തെ ഷോർട്ട് ഫിലിമുകളിൽ പല ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെ നമുക്കായി സംഭാവന ചെയ്തവരാണ് ഈ ഇരിക്കുന്നത്. ഇനിയും വരാനുണ്ട്, ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ അതിൻ്റേതായ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മളിത് ആരംഭിക്കുകയാണ്. ആദ്യമേ തന്നെ നമുക്ക് ടീന എന്ന ഫിലിമിൽ കടക്കാരനായ ഗോപാലേട്ടനെ കുറിച്ച് ചോദിക്കാം. എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന്. ശരി, ആമ്പൽ ഫിലിംസിലെ ടീന എന്ന ആ ഫിലിംസിൻ്റെ ഒരു ഭാഗത്ത് കടക്കാരനായിട്ടാണ് ഞാൻ വരുന്നത്. ആ കടക്കാരൻ എന്ന് പറയുമ്പോൾ ഭംഗിയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. എനിക്ക് ചില പരിമിതികളും പോരായ്മകളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അത് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാനും അത് പ്രതിഫലിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത് എനിക്കൊരു വിശ്വാസം പോലെ. എന്നാലും അഭിപ്രായങ്ങൾ ഈ മീഡിയയിലൂടെ ആൾക്കാർ പറയുമ്പോൾ നമ്മൾക്കതൊരു പ്രചോദനവും ഒരു ആവേശമായി മാറും. അതുപോലെ തന്നെ അതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും നമ്മളെ പ്രോത്സാഹിപ്പിച്ച വാച്ചവർ കിട്ടാനും വ്യൂവേഴ്സ് കൂടാനും സഹായിച്ച ഈ ആമ്പൽ ഫിലിംസ് കണ്ടുകൊണ്ടിരിക്കുന്നവരും ആമ്പൽ ഫിലിംസിൽ പരിപാടികളെല്ലാം കാണുന്നവരും എല്ലാവരും ഒരുപോലെ സഹകരിച്ചാലാണ് ഈ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് ഇനിയും എല്ലാവരും നല്ലോണം സഹായിക്കണം, സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ആദ്യമായി അറിയിക്കുകയാണ്. ഏറ്റവും പുതിയ ചിത്രമായ ഓൺലൈൻ ഓണസദ്യ എന്ന ചിത്രത്തിലെ ചന്ദ്രേട്ടൻ എന്ന ശശീന്ദ്രനെ നമുക്ക് പരിചയപ്പെടാം. ആമ്പൽ ഫിലിംസിന് എൻ്റെ നമസ്കാരം. ഞാൻ ആമ്പൽ ഫിലിംസിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ഈ ഓണത്തിന് ചെയ്ത ഓൺലൈൻ ഓണസദ്യ എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ്. വളരെ നല്ല അഭിപ്രായമാണ് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് ഈ സെറ്റിൽ വന്നതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളിലെ നല്ലൊരു അനുഭവം എന്ന് പറയുന്നത് ഡയറക്ടറുടെ ആ ഇടപെടലും കാര്യങ്ങളുമാണ്. എനിക്ക് വളരെയേറെ സന്തോഷം നൽകിയ നിമിഷങ്ങളായിരുന്നു അവിടെ ഉണ്ടായത്. ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളിലും നമ്മൾ അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിലും നമുക്കവിടെ ഒരു അഭിപ്രായം പറയാനോ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനോ ഒരു നല്ലൊരു ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുവാനോ അവസരം വിരളമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ വളരെ പ്രഗത്ഭനായ നല്ലൊരു ഡയറക്ടർ, അദ്ദേഹത്തിനോട് നമുക്ക് എന്തും അഭിപ്രായം പറയാം. അത് നല്ല രീതിയിൽ അദ്ദേഹം എടുത്തിട്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യാനുള്ള അവസരം ഒരുക്കി തരിക എന്നുള്ളൊരു കാര്യം വളരെ എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. അത് കാരണം ആ സെറ്റിലുള്ള ആ ഒരു അഭിനയ ആ രീതി എനിക്ക് വളരെ അധികം ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് അഭിപ്രായങ്ങൾ പറയുകയും നല്ല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ചെയ്ത എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദിയും ആമ്പൽ ഫിലിംസിൻ്റെ കുടുംബാംഗങ്ങളുടെ നന്ദിയും അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പ്രിയമുള്ള ആമ്പൽ ഫിലിംസിൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും ആമ്പൽ ഫിലിംസിൻ്റെ ഓണം കഴിഞ്ഞെങ്കിലും എല്ലാവർക്കും നല്ലൊരു ഓണാശംസ നേരുന്നു. ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. വർഷങ്ങളായി അത് തൊഴിൽ ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഞാൻ മൂവിയുടെ മുന്നിൽ വരുന്നത്. അതിനെന്നെ ക്ഷണിച്ച പ്രൊഡ്യൂസറിനും എനിക്കുള്ള അഗീതമായ നന്ദി അറിയിക്കുകയാണ്. എന്നിൽ നിക്ഷിപ്തമായിരുന്ന വേഷം ഒരു ഹൗസ് ഓണർ എന്നുള്ളതായിരുന്നു. എൻ്റെ ആകാരപടി വെച്ചുകൊണ്ട് എനിക്കത് ചെയ്യാനുള്ള അത്ര ആണിയില്ല. എന്നിരുന്നാലും ഈ എൻ്റേതായിട്ടുള്ള പരിമിതികൾ മാറ്റിവെച്ചുകൊണ്ട് എന്നിലുള്ള ഒരു കലാകാരന് ആ ഒരു വേഷം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. എന്നിരുന്നാലും എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി ആ വേഷം നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് കണ്ട് എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അടുത്ത ആമ്പൽ ഫിലിംസ് ചെയ്യുന്ന ഷോർട്ട് ഫിലിമുകളിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട്
എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസ നേർന്നുകൊണ്ട് നിന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, ആമ്പൽ ഫിലിംസിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടീന എന്ന ഷോർട്ട് ഫിലിമിൽ ഒരു ചെറിയ വേഷത്തിൽ ഞാൻ എത്തുന്നുണ്ട്. മാധവേട്ടൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അത് പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും എന്നെയും എൻ്റെ ടീമിനെയും സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എനിക്കും ആമ്പൽ ഫിലിംസിനും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെയും ഞങ്ങളുടെ ഫിലിം ടീമിൻ്റെയും ഹൃദ്യമായ ഓണാശംസകൾ. അപ്പോൾ പ്രിയരെ, നമ്മുടെ ഏറ്റവും പുതിയ ഓണത്തിനിറക്കിയ ഏറ്റവും പുതിയ ഫിലിമിൽ ഓൺലൈൻ ഓണസദ്യ എന്ന ഷോർട്ട് ഫിലിമിലെ കാർത്തിക ടീച്ചറാണ് ഇവിടെ ഇരിക്കുന്നത്. കാർത്തിക ടീച്ചറിൻ്റെ ഭർത്താവാണ് തൊട്ടടുത്തിരിക്കുന്നത്. എന്താണ് പേരെന്താണ്? അജിത്ത്. കാർത്തിക ടീച്ചറിൻ്റെ പേരെന്ന് പറഞ്ഞൊരു മിനിമോൾ. അപ്പോൾ അവർക്ക് നമ്മുടെ ഫിലിമിലേക്ക് വന്നപ്പോഴുള്ള ആദ്യത്തെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയായിരുന്നെന്ന് കാർത്തിക ടീച്ചർ തന്നെ പറയും. ആദ്യമായിട്ടാണ് ഒരു ഫിലിമിൽ, അതായത് മിനിമോൾ അഭിനയിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം. ടീച്ചറെ, എങ്ങനെയായിരുന്നു ഒരു ആദ്യമായിട്ട് ആ ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്നപ്പോഴുള്ള അനുഭവം? ആദ്യമായിട്ട് എനിക്ക് പേടിയായിരുന്നു ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് തന്നെ. പിന്നെ ഡയറക്ടർ എല്ലാം പറഞ്ഞു തരികയും പേടിക്കേണ്ട, നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പ് തന്നത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. ഓൺലൈൻ ഓണസദ്യ എന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിം മോഡൽ തയ്യാറാക്കാൻ ആമ്പൽ ഫിലിംസ് മുന്നോട്ട് വരികയും അതിൽ എൻ്റെ വൈഫായ മിനിമോളെ ക്ഷണിക്കുകയും ചെയ്യുകയുണ്ടായി. ആമ്പൽ ഫിലിംസിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആദരണീയായ ബൽറാം, അത് ബൽറാമിൻ്റെ വൈഫും ഒരുമിച്ച് മിനിമോൾ പഠിക്കുകയായിരുന്നു. അവരുടെ ക്ലാസ് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും അവർ കണ്ടുമുട്ടുകയും ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ബൽറാമും ഭാര്യ സുജിതയും കൂടി ക്ഷണിക്കുകയാണ് ഉണ്ടായത്. 2 കൈ നീട്ടി മിനിമോൾ സ്വീകരിക്കുകയും എന്നോട് പറയുകയും അത് സ്വീകരിക്കുകയും ചെയ്യുകയുണ്ടായി. അതിൽ നിന്നും മിനിമോൾക്ക് നല്ലൊരു അനുഭവം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആമ്പൽ ഫിലിംസിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമോൾ അതിലെ ഒരു അഭിനേത്രി മാത്രമാണ്. അതുകൊണ്ട് ആമ്പൽ ഫിലിംസിന് വേണ്ടി നമുക്ക് ഇനിയും എല്ലാവരും സപ്പോർട്ട് കൊടുക്കണം. അതുപോലെ ഫുൾ സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഇവരെ കൂട്ടുള്ള പേടിച്ച് പുറകോട്ട് നിൽക്കുന്ന, അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിലും പേടിച്ച് പുറകോട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇതുപോലുള്ള ഈ ആമ്പൽ ഫിലിംസിനെ കൂട്ടുള്ള ഒരു പരിപാടിയൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് മുൻഗണന കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആശംസിക്കാൻ, അവരെ ആശംസിച്ച് കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഓൺലൈൻ ഓണസദ്യ എന്ന പരിപാടിയിൽ കാർത്തിക ടീച്ചറായിട്ട് അഭിനയിക്കാൻ അവസരം തന്ന ആമ്പൽ ഫിലിംസിനും എൻ്റെ കൂട്ടുകാർ സുജിതയ്ക്കും പിന്നെ എന്നെ ഇതിലേക്ക് വിട്ട എൻ്റെ ചേട്ടനും എല്ലാവർക്കും, പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ച ചന്ദ്രേട്ടനും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസ. അപ്പോൾ ഇത് നമ്മളുടെ ടീന ഫിലിമിലെ ബാലതാരമാണ്. മാധവേട്ടൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന ആ കുട്ടി. എൻ്റെ പേര് ശ്രീബാല. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ശ്രീബാലയ്ക്ക് ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചപ്പോൾ പേടി തോന്നിയോ? ആദ്യം ഇച്ചിരി പേടി തോന്നി, പിന്നെ പേടിയില്ല അല്ലേ? ഇപ്പോൾ ഒട്ടും ഇല്ലല്ലോ പേടി? ഉണ്ടാ? അപ്പോൾ ഇനിയും ഫിലിമിലൊക്കെ അഭിനയിക്കുക? എല്ലാവർക്കും ഓണാശംസ. തുടക്കം മുതലുള്ള നമ്മുടെ ഒരു അഭിനേതാവാണ് മോഹൻരാജ്. മോഹൻരാജ് ടീന എന്ന ഫിലിമിലെ റോഷൻ്റെ അഭിപ്രായം നമുക്ക് അന്വേഷിക്കാം. ഇപ്പം എങ്ങനെയാണ് റോഷൻ, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നമസ്കാരം. ഓണമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അത്യാവശ്യം നമ്മുടെ തിരക്ക് കാരണം കൊണ്ടാണ് നമുക്ക് ഈ ടീന ഫിലിം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരുന്നത്. ഓണം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ 6 വരെ ഇപ്പോൾ ലൈവ് വന്നിട്ടുണ്ട്. നമുക്ക് 7ാമത്തെ തൊട്ട് ഇനി നമ്മൾ ഉടനെ അടുത്ത ആഴ്ചകളിൽ വരുന്നതായിരിക്കും. എല്ലാം ഓണം അടിപൊളിയായിരുന്നു. പിന്നെ ആദ്യം ഈ ആമ്പൽ ഫിലിമിൻ്റെ ആദ്യമുള്ള ഷോർട്ട് ഫിലിമിലൊക്കെ തന്നെ ചെറുതായിട്ട് മുഖം കാണിക്കാനൊക്കെ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരുടെയും തെറ്റും ശരിയായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചു. അതെല്ലാം മനസ്സിലാക്കി പോരായ്മകൾ മാറ്റിക്കൊണ്ട് ടീന എന്ന ഫിലിം ഇനിയും മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി
ഓണാശംസകൾ. സാധാരണക്കാരൻ്റെ ഓണം എന്ന ഫിലിമിലെ സുജി എന്ന കഥാപാത്രത്തെ പരിചയപ്പെടാം. സുജി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടർ ഭാര്യ തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. ആമ്പൽ ഫിലിംസിൻ്റെ ഓണച്ചിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഓൺലൈൻ ഓണസദ്യ. അതിൽ നിങ്ങൾ കണ്ടു കാണും ഉമ്മറത്തിരുന്ന് മുറുക്കാൻ ചോദിക്കുന്ന മുത്തച്ഛന്. ആ മുത്തച്ഛനാണ് നമ്മുടെ ഈ മുമ്പിരിക്കുന്ന സുനിൽകുമാർ. സുനിൽകുമാറിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. പ്രിയമിത്രങ്ങളെ, ആമ്പൽ ഫിലിംസിൽ ആദ്യം മുതലേ അംഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ എല്ലാ ചിത്രങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഓണാഘോഷത്തോട് അനുബന്ധിച്ച് ഞങ്ങളൊരു ഓൺലൈൻ ഓണസദ്യ എന്നും പറഞ്ഞ് ഒരു ഫിലിമിട്ടായിരുന്നു. അതും എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയണത്. കണ്ടവരും കാണാത്തവരും ഇനിയും ഒന്ന് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പക്ഷേ ഇനിയും തുടർന്നും ഞങ്ങൾ കുറച്ച് അപാകതകളൊക്കെ വന്നിട്ടുണ്ട്. ടീന എന്ന ഫിലിം ഇച്ചിരി ഡിലേ വന്നിരിക്കുകയാണ്. അന്നേരം അത് തുടർന്ന് ഓണം കഴിയുമ്പോഴത്തേക്ക് ഉടനെ നമ്മൾ ചെയ്യുന്നതാണ്. ഇനി തുടർന്നും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് തന്ന ആ ഒരു പ്രോത്സാഹനം ഇനിയും തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ആമ്പൽ ഫിലിംസിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി, നമസ്കാരം. ആമ്പൽ ഫിലിംസിൻ്റെ ആദ്യകാലം മുതലുള്ള ആളാണ് നമ്മുടെ ബിജി ഹരിദാസ്. അതായത് നമ്മുടെ ടീന എന്ന ഫിലിമിലെ അപ്പുക്കുട്ടൻ. ആ അപ്പുക്കുട്ടൻ്റെ ഒരു അഭിപ്രായം നമ്മൾക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. ഈ ഓണം എങ്ങനെയുണ്ടായിരുന്നു അപ്പുക്കുട്ട? ആമ്പൽ ഫിലിംസിൻ്റെ പ്രേക്ഷകരെ, ആത്മമിത്രങ്ങളെ, നമ്മളെല്ലാവരെയും വളരെയധികം കണ്ണിലാഴ്ത്തിയ ഒരു മഹാദുരന്തം കഴിഞ്ഞാണ് നാം ഏവരും ഓണത്തെ വരവേൽക്കാൻ നിൽക്കുന്നത്. വയനാട് ദുരന്തം നമ്മളെ ദുഃഖത്തിൽ, ഇന്നും അതിൻ്റെ വേദനകൾ പറഞ്ഞാൽ അത് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതെ ഒരിറ്റി കണ്ണീരെങ്കിലും വീഴാത്ത ദിവസങ്ങളുണ്ടാവില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓണത്തെ സ്വീകരിക്കുന്നത്. ഈ ആമ്പൽ ഫിലിംസിൻ്റെ ഭാഗമാകുമ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ആ ദുഃഖം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് പലരെയും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഉള്ളിലെ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് മനുഷ്യനെ ചിരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആമ്പൽ ഫിലിംസിൻ്റെ ലക്ഷ്യവും. കുറച്ച് പ്രചോദനങ്ങളുള്ള മനുഷ്യന് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ടീനയും അതിനു മുമ്പും ഞങ്ങൾ ആമ്പൽ ഫിലിംസിൻ്റെ പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ സഹായവും സഹകരണങ്ങളും പ്രതീക്ഷിക്കണം. ഈ ഓണക്കാലം എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി എല്ലാവർക്കും. നമ്മുടെ ടീന ഫിലിമിലെ ടീന എന്ന കഥാപാത്രത്തെയാണ്. നമസ്കാരം, ഞാൻ രേഷ്മ. ടീന എന്ന ഫിലിമിലെ ടീനയാണ് ഞാൻ. ടീന 6 ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. 7ാം ഭാഗം കുറച്ച് ഡിലേ ആയി. വേറൊന്നും കൊണ്ടല്ല, ഓരോ കഥാപാത്രത്തിൻ്റെയും തിരക്കുകൾ മൂലമാണ്. എന്തായാലും അടുത്ത ഭാഗം ഉടനെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇത്രനാളും വൈകിയത് ഒരു ക്ഷമ കൂടി ചോദിക്കുന്നു. എല്ലാവരും ഓണം നല്ല രീതിയിൽ ആഘോഷിച്ചുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം, പൂന്തേനരുവി മടിയിൽ പളങ്കു കിളുങ്ങി, നീല മിഴികളിൽ കനവ് തിളങ്ങി, കാമിനി മണിമാറിൽ തുള